മതിയോ 10 ബാർ നമുക്ക് ഇരിക്കട്ടെ നമ്മുടെ പാർട്ടിക്ക്. കാരണം കായിട്ടുള്ള പരിപാടിയാണല്ലോ. നടപ്പില്ല. അള്ളാടെ ദീന് നടത്തലാണ് ഉദ്ദേശം. പെണ്ണുങ്ങൾ ഇലക്ഷന് നിൽക്കുന്നത് തെറ്റ് തന്നെയാണ്. ആ നിൽക്കുന്ന കാറും ലൈറ്റും പോയാലും കുഴപ്പമില്ല, പറയേണ്ടത് പറയുക തന്നെ ചെയ്യും, അതിനൊരു മടിയുമില്ല കേട്ടോ. അത് പറഞ്ഞതിന്റെ പേരിൽ ഡിസ്മിസ് ചെയ്താലും കൊള്ളാം, സസ്പെൻഡ് ചെയ്താലും കൊള്ളാം, ഒരു സംശയ കാര്യത്തിനും വേണ്ട. മുസ്ലിം സ്ത്രീ മത്സരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ മത്സരിക്കുന്നുണ്ടാവും, ആ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഇവിടുത്തെ എല്ലാം 5 കസേരയ്ക്ക് വേണ്ടി സമുദായത്തിന്റെ ദൗർബല്യം മുതലെടുക്കരുത്, പലിശനെ ഹറാമാക്കരുത്, പലിശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് ലോക മുസ്ലിമീങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. മുസ്ലിമിന്റെ പേരിൽ പാർട്ടിയുണ്ടാക്കിയിട്ട് സഹകരണ സംഘങ്ങളിലേക്ക് മത്സരിക്കുന്നതിന്റെ വിധി എന്താണെന്ന് മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിക്കണം നിങ്ങൾ. അത് പറയുമ്പോ പറയൂ, അവിടെ നമ്മൾ ആളില്ലെങ്കിലേ ദീന് തകരും. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവന്നെങ്കിൽ 110 ബാറിന് ലൈസൻസ് കൊടുത്തു. ഇപ്പൊ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ച രാജ്യം നമ്മുടെ കേരളം. 110 ബാറിന് ലൈസൻസ് കൊടുത്തു. കിട്ടിയതായിരിക്ക രാമൻ, ചെറിയാൻ, കോമൻ, ജോസഫ്, മത്തായി, നല്ല കായിതാക്കുന്ന പരിപാടിയാ. ആരെങ്കിലും പറയണ്ടേ നമ്മുടെ സമുദായത്തിന് ഒരു 10 ബാർ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം അവര് കൊണ്ടുപോയി അവർ വലിയ ആൾക്കാരാവും. അവരുടെ 10 ബാർ നമുക്ക് വേണമെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവോ? സംവരണം ബാറിലും വേണ്ടേ? എല്ലാവരും അങ്ങനെ ഒട്ടാ മതിയോ? 10 ബാർ നമുക്ക് ഇരിക്കട്ടെ നമ്മുടെ പാർട്ടി.